നമസ്കാരം. കഴിഞ്ഞ 8 മാസത്തിനിടെ JSW-MG മോട്ടോർ ഇന്ത്യയുടെ വിൻസർ EV ടാറ്റയുടെ നെക്സണിനെയും പഞ്ചിനെയും മറികടന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായി മാറിയിരിക്കുകയാണ്. 23,918 യൂണിറ്റ് വിൻസർ EVകൾ വിറ്റഴിച്ചപ്പോൾ ടാറ്റ നെക്സോൺ EVയും പഞ്ച് EVയും ചേർന്ന് 20,859 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. JSW-MG മോട്ടോർ ഇന്ത്യയുടെ വിൻസർ EV ടാറ്റയുടെ ദീർഘകാല EV ചാമ്പ്യന്മാരായ നെക്സോണിനെയും പഞ്ചിനെയും മറികടന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11 പുറത്തിറക്കിയതിനു ശേഷം വിൻസർ EV രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായി മാറുക മാത്രമല്ല, വിൽപ്പനയിൽ ടാറ്റ നെക്സോൺ EV, പഞ്ച് EV എന്നിവയേക്കാൾ മുന്നിലുമാണ്. വിൻസർ EVയുടെ മൊത്ത വിൽപ്പന ഡാറ്റ കാണിക്കുന്നത് വിൻസർ EV പുറത്തിറക്കിയതിനു ശേഷം 23,918 പേർ വാങ്ങിയെന്നാണ്. ഇതേ കാലയളവിൽ ടാറ്റ മോട്ടോഴ്സ് 11,296 യൂണിറ്റ് നെക്സോൺ EVയും 9,563 യൂണിറ്റ് പഞ്ച് EVയും വിറ്റു. ആകെ 20,859 യൂണിറ്റുകൾ. ഇതോടെ വിൻസർ EVയുടെ വിൽപ്പന ഏകദേശം 3,000 യൂണിറ്റുകൾ പിന്നിട്ടു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനം വിപണിയിലെ ഒരു നാഴികക്കല്ലാണിത്. 52.9 kWh ബാറ്ററി പാക്ക് ഉൾക്കൊള്ളുന്ന വിൻസർ പ്രോയുടെ സമീപകാല ലോഞ്ചോടെ വിൻസറിന്റെ വിൽപ്പനയും ആവശ്യകതയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇത് ടാറ്റ മോട്ടോഴ്സിന് മേലുള്ള മത്സര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് വിപണി വിദഗ്ധരും കരുതുന്നുണ്ട്. ഇതിന് കാരണം പുതിയ വകഭേദം നെക്സോൺ, പഞ്ച് EV എന്നിവയുമായി മാത്രമല്ല, ടാറ്റ അടുത്തിടെ പുറത്തിറക്കിയ കർവ് EVയുമായി മത്സരിക്കുമെന്നാണ്. വില, രൂപകൽപ്പന, മാർക്കറ്റിംഗ് എന്നിവയുടെ സംയോജനമാണ് വിൻസർ EVയുടെ അതിവേഗം വളരുന്ന ജനപ്രീതിക്ക് കാരണം. ബാറ്ററിയുടെ വില ഒഴികെ 9.99 ലക്ഷം രൂപ പ്രാരംഭ വിലയ്ക്ക് കാർ വാങ്ങാനുള്ള സൗകര്യം കമ്പനി വാങ്ങുന്നവർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ കിലോമീറ്ററിന് 3.5 രൂപ നിരക്കിൽ ഉപയോക്താക്കൾക്ക് ബാറ്ററി വാടകയ്ക്ക് എടുക്കാം. ഇത് വിൻസർ EVയെ നെക്സോൺ EVയേക്കാൾ താങ്ങാനാവുന്ന വിലയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ വില 12.49 ലക്ഷം രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെറിയ പഞ്ച് EVയുടെ വില പോലും 9.99 ലക്ഷം രൂപയിൽ നിന്ന് ആരംഭിക്കും. 38 kWh ബാറ്ററിയുമായാണ് വിൻസർ EV വരുന്നത്. അടുത്തിടെ അവതരിപ്പിച്ച വിൻസർ പ്രോയുടെ 52.9 kWh ശേഷി ടാറ്റ കർവ് EVക്ക് നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നതാണ്. 45 kWh, 55 kWh ബാറ്ററി ഓപ്ഷനുകളിൽ ലഭ്യമാണ്. 17.49 ലക്ഷം രൂപ മുതൽ 21.99 ലക്ഷം രൂപ വരെ വിലയുള്ള കർവ് EVക്ക് പ്രതിമാസം 800 യൂണിറ്റ് വിൽപ്പനയുണ്ട്. പുതിയ വിൻസർ പ്രോ കർവ് ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവരെ ആകർഷിക്കുമെന്ന് വിപണി വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം പുറത്തിറങ്ങി വെറും 3 ദിവസത്തിനുള്ളിൽ MG വിൻസർ പ്രോയുടെ വിലയിൽ 60,000 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മെയ് 6 അവതരിപ്പിച്ചപ്പോൾ 17.49 ലക്ഷം രൂപയായിരുന്നു വിൻസർ പ്രോയുടെ എക്സ്ഷോറൂം വില. ആദ്യത്തെ 8,000 ബുക്കിംഗുകൾക്ക് മാത്രമായിരുന്നു ഈ ആമുഖ വില ബാധകമായിരുന്നത്. മെയ് 8 ബുക്കിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചത് മുതൽ അത്രയും ബുക്കിംഗുകൾ ഇതിനകം ലഭിച്ചതായി MG അറിയിച്ചു. ഇതോടെ 18.10 ലക്ഷമാണ് വാഹനത്തിന്റെ വില.